അയ്യോ വണക്കം പടയപ്പാ. എടാ നിനക്കിത് തന്നെയാടാ പണി. എടാ ഇതിനും മാത്രം കടിയാടാ, പോയി വല്ല മുള്ളുമുരിക്കലും വലിഞ്ഞു കയറാ എന്നാണ് നാട്ടുകാർ മൊത്തം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയൊരു പീഡന പരാതി കൂടെ വന്നിട്ടുണ്ട്. KPCCക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വനത്തി കൊണ്ടുവന്ന പരാതിയാണെന്ന് മാത്രം ദേവി ഇത് പറയരുത്. KPCC എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, കേരള പ്രദേശ് കോഴി കമ്മിറ്റിയല്ല. യവ ഉണ്ടെങ്കിൽ കോഴി കമ്മിറ്റിയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അതാണ് KPCC എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന അതിതീവ്രമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഫാൻസ് ഇതോടുകൂടി പിരിഞ്ഞു പോകേണ്ടതാണ് എന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. പറ. ആ പെണ്ണിന് വേറെ ഭാര്യ ഉണ്ടായിരുന്നു, ആ പെണ്ണ് 10 കെട്ടിയതാണ്, ആ പെണ്ണിൻ്റെ ഭർത്താവ് നേരത്തെ ഈ പെണ്ണിൻ്റെ ക്രൂരമർദ്ദനങ്ങൾക്കിരയായിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും ഇല്ലെങ്കിൽ കാമുകിനെ തേച്ചതാണെന്നുള്ളൊരു കഥ ഇറക്കും. അല്ലെങ്കിൽ ആ പെണ്ണ് മോശപ്പെട്ട രീതിയിൽ പോകുന്നതാണ് എന്നെങ്കിലും പറ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ 2 ഫോട്ടോ എടുത്ത് മുഖം മറച്ചിട്ടിട്ടൊരു കാര്യം ചെയ്യും. ആ പെണ്ണിൻ്റെ മറ്റേ ക്ലീവേജ് കാണുന്നുണ്ട്, അതുകൊണ്ട് ഈ പെണ്ണ് വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് അടിച്ചിറക്കും. അല്ല, അങ്ങനെയാണല്ലോ, അതങ്ങനെയല്ലേ വരൂ. എന്തായിരുന്നാലും അങ്ങനെയാണല്ലോ നിൻ്റെയൊക്കെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും പരാതി പറയുന്ന പെണ്ണുങ്ങൾ, ആ പരാതി പറയുന്ന പെണ്ണുങ്ങളുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന എല്ലാ മൈ ഡിയർ മക്കൾക്കും അകത്ത് ഒരുത്തൻ കിടന്ന് ഉണ്ട തിന്നുന്നുണ്ട്. ഗാന്ധിജിയുടെ മാർഗത്തിൽ കിടന്ന് ഉണ്ട തിന്നുന്നുണ്ട്. അതുപോലെ നീയൊക്കെ ഉണ്ട തിന്നും, നല്ല ഗോതമ്പുണ്ട തിന്നും. അതായത് ആ പെൺകുട്ടിയുടെ ക്യാരക്ടറിനെ വളരെയധികം മോശപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു എന്ന് കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു. ഇപ്പോൾ ആ വീഡിയോ ഒന്നും കാണാനില്ലടേ, സത്യമായിട്ട് വീഡിയോ കാണാനില്ല. അതിലൊരു വീഡിയോ ആണ്, എനിക്ക് പറയാൻ താല്പര്യമില്ല എങ്കിലും ഞാൻ പറയാം. ശീതളിസം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിനകത്ത് ശീതൾ അമ്മായി, അവരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുള്ളതാണ്. പക്ഷേ എനിക്ക് അത്ര താല്പര്യമുള്ള വീഡിയോസൊന്നുമില്ല. കാരണം നമ്മുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുക്കുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം, അതിൽ എനിക്ക് യാതൊരുവിധ ഒബ്ജക്ഷനുമില്ല, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോട്ടെ. പക്ഷേ നമ്മുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്നപ്പോഴും ആ പെൺകുട്ടിയെ വളരെയധികം മോശപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഇട്ടു. അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പന്തിയായിട്ട് തോന്നിയില്ല. രാഹുൽ ഈശ്വറിനെ തൂക്കിയതും ഈ വീഡിയോ മുങ്ങുന്നതാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ വീഡിയോ മുങ്ങി താഴ്ന്ന് തരിപ്പണമായിപ്പോയി. പ്രൈവറ്റാക്കി ഇട്ടതാണ് സംഭവം, നമുക്കത് മനസ്സിലാവില്ല. കാരണം വീഡിയോ ചെയ്യുമ്പോൾ, ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരാണ് എന്ന് കോട്ടും തച്ചിട്ട് നിൽക്കുന്ന ടീമാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ആൾക്കാരും വേറെ പല ചാനലിലിരിക്കുന്ന പല ആൾക്കാരും മാധ്യമപ്രവർത്തകരാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പൈസയ്ക്ക് വേണ്ടിയല്ല, നമ്മൾ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം. ന്യായത്തിൻ്റെ പക്ഷത്ത് നമ്മൾ നിൽക്കണം. ന്യായത്തിൻ്റെ പക്ഷത്ത് മാത്രമേ നിൽക്കാവൂ. സത്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സത്യത്തിൻ്റെ പക്ഷത്തും ന്യായത്തിൻ്റെ പക്ഷത്തും മാത്രമാണ് നമ്മൾ നിൽക്കേണ്ടത്. അത് വീഡിയോയ്ക്ക് എനിക്ക് പൈസ കിട്ടണമെങ്കിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യണം, എങ്കിൽ എന്നെ സുഡാപ്പികളും ലീഗുകാരും കോൺഗ്രസ്സുകാരും എല്ലാം എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണത്തുള്ളൂ. ആ പെണ്ണിനെ 2 തെറി പറഞ്ഞാൽ എനിക്ക് കുറച്ച് വ്യൂസ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട തിന്നും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കേട്ടോ. ഉണ്ട തിന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പല ആൾക്കാരും വീഡിയോ മുക്കിത്തുടങ്ങി. അപ്പോൾ പുതിയൊരു പെൺകുട്ടി ഇപ്പോൾ പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നുകൂടെ പറയുന്നത് KPCCക്കാണ് പരാതി കൊടുത്തത്. അവൻ്റെ മറ്റേ ഇത്രയും കടിയുള്ള തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ സത്യമായിട്ട് പറയണേ, പ്രജ്വൽ രേവണ്ണയാണ് ഇവൻ എന്നാണ് കേരളത്തിലെ എന്നാണ് K. സുരേന്ദ്രൻ പറഞ്ഞത്. ഇവ അതുമല്ല, അതുക്കും മേലെയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്തായിരുന്നാലും നാളെ ജാമ്യം അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്നാണ് ലവൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യില്ല, മാധ്യമങ്ങൾ അറിയില്ല മാധ്യമങ്ങൾ എന്താണ് സംഭവം എന്ന്. രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടി ഹണി ട്രാപ്പിലൂടെയാണ് ഇവനെ പെടുത്തിയത് എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ ജാമ്യ ഹർജി പുറത്തു വന്നു. ജാമ്യ ഹർജിയിൽ എഴുതിയത് അവൾ കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന സമയത്താണ് ഭർത്താവിൻ്റെ ഗാർഹിക പീഡനത്തിൽ എൻ്റെ അടുത്ത് ആശ്വാസത്തിനായിട്ട് വന്നത്. അപ്പം ഞാൻ പിടിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട്, അല്ലെങ്കിൽ ഞാൻ പിടിച്ച് പീഡിപ്പിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടൻ ജാമ്യ ഹർജിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതോടുകൂടി രാഹുൽ ഈശ്വറിൻ്റെ വാദം പൊളിഞ്ഞ് ആ ജാമ്യ ഹർജി പുറത്തു വന്ന്. അതുപോലെ ഇവൻ അവിടെ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്ന് അറിയത്തില്ലല്ലോ. ഇവൻ പറയാൻ പോകുന്ന കാര്യത്തിൽ ചിലപ്പോൾ കുറ്റമായിട്ട് പറയുമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലോസ്, പൊളിറ്റിക്കൽ കരിയർ തന്നെ ക്ലോസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്നല്ല. ഫസ്റ്റ് ഒരു പൊളിറ്റീഷ്യനാണ്, അടച്ചിട്ട മുറിയിലാണ് വാദം. എടാ നിൻ്റെ ഭാഗത്ത് യാതൊരുവിധ പ്രശ്നവുമില്ലെങ്കിൽ എന്തിനാണ് അടച്ചിട്ട മുറിയിൽ ജാമ്യ ഹർജി വാദം കേൾക്കുന്നത്? നാട്ടുകാരൊക്കെ കേൾക്കട്ടെ, നാട്ടുകാരറിയട്ടെന്ന്. ആ പെൺകുട്ടിയെക്കുറിച്ച് ഇത്രയൊക്കെ ക്യാരക്ടർ അസാസിനേഷൻ നീ നിൻ്റെ കൂട്ടാളികളും കൂടെ ചെയ്തതല്ലേ? നാട്ടുകാരറിയട്ടടാ എന്താണ് നിൻ്റെ ഭാഗത്തുണ്ടായ കാര്യങ്ങൾ, എന്താണ് നീ ആ പെൺകുട്ടിയോട് ചെയ്തതെന്ന്. എന്തായാലും നമുക്ക് അതൊന്നുമല്ല നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ KPCC നേതൃത്വത്തിന് പ്രിയങ്ക ഗാന്ധിക്ക് അടക്കം പരാതി അയച്ചു എന്നുള്ളതാണ്, ഇമെയിലായിട്ട് അയച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. സമാനമായിട്ടുള്ള കേസ് തന്നെയാണ്. അതായത് വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിലെത്തിച്ചു, പീഡിപ്പിച്ചു, കൂട്ടുകാരനും ഉണ്ടായിരുന്നു, പീഡിപ്പിച്ചു, മുറിവേൽപ്പിച്ചു, അതിനുശേഷം
കൈയൊഴിഞ്ഞു. ഇതാണ് ഇവൻ്റെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ പെൺകുട്ടി. ഇതിലും നിൽക്കില്ല. ഇതിൻ്റെ അപ്പുറം പരാതികൾ KPCCക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇനി CPM പാർട്ടി കോടതികളും പാർട്ടി പോലീസ് സ്റ്റേഷനും നടത്തുന്നു എന്ന് പറയരുത്. അതായത് CPMൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ ആദ്യം CPMന് പരാതി കൊടുക്കും. ആ CPMൽ പരാതി കൊടുക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യ മര്യാദയാണ് എന്നാണ് നീയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് ഇല്ലേ? നിനക്കൊന്നും അത് പറയാനുള്ള യാതൊരുവിധ അർഹതയുമില്ല. നാളെ ഇപ്പോൾ BJPയിൽ ഒരു പീഡന പരാതി വന്ന് BJP അത് ഒതുക്കി തീർത്താൽ അവന്മാർക്കും പറയാനുള്ള യാതൊരുവിധ അർഹതയില്ല. പക്ഷേ എൻ്റെ അറിവിൽ അങ്ങനെയൊന്നും ചെയ്യൂല. കാരണം BJPക്കാർ ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ട് ഒരു BJPക്കാരനെ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇടിയും കൊടുത്ത് മൂക്കുകൊണ്ട് ഇമ്മ എന്ന് വരപ്പിച്ച് യവന്മാരി എന്നെ പിടിച്ച് കൊടുത്തേനെ. അതുകൊണ്ടാണ് ഇതിനകത്തൊരു പരിപാടി നടക്കാതെ പോകുന്നത്. BJP നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ആൾക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ 10-12 തലങ്ങൾ കാണും ചർച്ച ചെയ്യാനായിട്ട്. അയാൾ കൊള്ളാം, അയാൾ കൊള്ളില്ല, കൊള്ളില്ല, ഞാൻ പഠിക്കൽ നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് 10-12 തലങ്ങൾ കാണും. അപ്പോൾ അതാണ് BJPയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ പരാതി, ഈ പെൺകുട്ടിയുടെ പരാതി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിക്രൂരമായിട്ടാണ് ഈ 23-കാരിയെ പീഡിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത്. ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സണ്ണി ജോസഫ് എന്നിവർക്ക് ഇമെയിൽ വഴി പരാതി നൽകി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം ബന്ധം അവസാനിപ്പിച്ചു. ടെലഗ്രാം വഴിയാണ് ഇവൻ ചാറ്റ് ചെയ്യുന്നത്. ചാറ്റർജി എന്നാണ് ഇവനെ വിളിക്കുന്നത് നാട്ടുകാർ മൊത്തം. ആദ്യം പാർട്ടി പ്രവർത്തകർ വിളിച്ചു തുടങ്ങി, പിന്നെ നാട്ടുകാർ മൊത്തം അവനെ ചാറ്റർജി എന്നാണ് വിളിക്കുന്നത്. പോരാത്തതിന് ഗർഭിണിയാകണമെന്ന് രാഹുൽ മാങ്കൂട്ടം തന്നോട് ആവശ്യപ്പെട്ടു എന്നും യുവതി വ്യക്തമാക്കി. എല്ലാ പെൺകുട്ടികളോടും ഇത് തന്നെയാണ് പറയുന്നത്, നീ ഗർഭിണിയാകാൻ തയ്യാറായിക്കൊള്ളൂ എന്നും. നമ്മുടെ ചോട്ടാ മുംബൈയിൽ സുജാവിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, പെണ്ണു സുനി. അതാണ് അവൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. നമ്മുടെ ജീവിതത്തിലെ പെണ്ണു സുനിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അതായത് എല്ലാ പെൺകുട്ടികളടുത്തും പോയി ഒറ്റപ്പാലത്ത് പോയി രജിസ്റ്റർ ചെയ്താലേ എനിക്കൊരു മൂഡ് വരൂ എന്ന് പറഞ്ഞിട്ട് എല്ലാ പെൺകുട്ടികളടുത്തും പോയിട്ട് ഗർഭിണിയാകാൻ തയ്യാറായിക്കോ. എന്തിനാണ് ഈ ഗർഭിണിയാകാൻ തയ്യാറായിക്കൂ എന്ന് പറയുന്നത്? ഗർഭിണിയാകാൻ തയ്യാറായിക്കൂ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഒരു വിശ്വാസം വരും, ഓ ഗർഭിണിയാകാൻ തയ്യാറായിക്കുമെന്ന് പറഞ്ഞു, അപ്പോൾ ഇവൻ എന്നെ കെട്ടും എന്നൊരു വിശ്വാസം വരും. അതാണ് കബളിപ്പിച്ച് കൺസേൺ എടുക്കുക എന്ന് പറയുന്നത്. മെനങ്ങാന്നൊരു കമൻറ്റ് ഞാൻ കണ്ടു, തനിഷ് എല്ലാ വീഡിയോയുടെ അവസാനം ഫ്രോഡുലൻ്റ് കൺസേൺ എന്ന് പറയുമല്ലോ എന്ന്. അതങ്ങനെ ആവർത്തിച്ച് പറയണം. ആവർത്തിച്ച് പറഞ്ഞാൽ മാത്രമേ അത് നിങ്ങളുടെ മനസ്സിൽ പതിയൂ എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും പറയണം. ചില്ലറപ്പണിയല്ല എടുക്കുന്നത്. കാരണം ലോകം മൊത്തം അവന് സപ്പോർട്ടാണ്. ലോകത്തുള്ള സകല ഓൺലൈൻ മാധ്യമങ്ങളും സകലരും അവന് സപ്പോർട്ടാണ്. ഞാൻ ഒറ്റയ്ക്ക് ഈ ഓൺലൈൻ മീഡിയയ്ക്കകത്ത് കിടന്നുകൊണ്ട് ഇവനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവനെതിരെ പറയുന്നത് കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടിയാണ്. യാതൊരുവിധ PR കിട്ടിയിട്ടില്ല, പൈസയും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഇവനെതിരെ പറയുന്നത് കൃത്യമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ വീഡിയോ തുടക്കം മുതൽ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇരയുടെ പേര് വെളിപ്പെടുത്താത്തത് അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ടെന്ന് നിയമം പറയുന്നത്. നിയമത്തിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാം കൃത്യവും വ്യക്തവുമായി കൊച്ചു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെയാണ് പറഞ്ഞ് മുന്നോട്ടേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മുന്നോട്ടേക്ക് വരുമ്പം ഒരുപാട് ക്രൂസിഫിക്കേഷൻ നമ്മൾ നേരിടേണ്ടി വരുമല്ലോ. ഇൻബോക്സിലും മെസ്സഞ്ചറിലൊക്കെ തെറിവിളീര പൂരമാണ്. നിന്നെ തട്ടിക്കളയും, വെട്ടിക്കളയും, കുത്തിക്കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറിവിളീര പൂരമാണ്. പിന്നെ നമ്മളിതൊന്നും എടുത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കാറില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആയിക്കോട്ടെ, സന്തോഷം, നീയൊക്കെ ഇങ്ങ് വന്നാൽ മതി, അഴക മിറട്ടറിയുടെ കുഴന്തേ. അപ്പോൾ എന്തായിരുന്നാലും ഇവനെതിരെ ഇപ്പോൾ പുതിയ പരാതി വന്നിരിക്കുകയാണ്. ഈ പരാതിയിൽ 2023 രാഹുലിനെ പരിചയപ്പെട്ടു, ടെലിഗ്രാം നമ്പർ വാങ്ങി അതുവഴിയുമായി ചാറ്റ് ചെയ്തു, ബന്ധുക്കളുമായി വീട്ടിലെത്തി വിവാഹത്തെക്കുറിച്ച് രാഹുൽ സംസാരിച്ചു. ഇടയ്ക്ക് നാട്ടിലെത്തിയപ്പോൾ കാണാൻ വന്നു. രാഹുലും ഒരു സുഹൃത്തുമാണ് അന്ന് വന്നത്. പിന്നാലെ കാറിൽ കയറ്റി ഹോം സ്റ്റേയിൽ എത്തിച്ച് അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു. ശേഷം വിവാഹം കഴിക്കാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് പറഞ്ഞു. എന്നിട്ടും ചാറ്റ് ചെയ്യുന്നത് തുടർന്നു. എനിക്ക് ഗർഭിണിയാക്കണമെന്ന് രാഹുൽ ആവർത്തിച്ച് പറഞ്ഞു. ശേഷം പലതവണ അതിക്രമം നടത്താൻ ശ്രമിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പുതിയ പരാതിയിൽ പറയുന്നത്. തൽക്കാലം ആ രാഹുൽ ഈശ്വർ അകത്തായിപ്പോയി. ഇല്ലെങ്കിൽ ഇത് ഗംഭീരമായിട്ട് ന്യായീകരിച്ചതിന്. എന്തായാലും 14 ദിവസം ഉണ്ട നിന്നുകൊണ്ട് അകത്ത് കിടക്കണം. 1 വർഷം അകത്ത് കിടക്കാനുള്ള വകുപ്പാണ്. അതൊന്ന് സ്ട്രോങ് ആവട്ടെ എന്ന് മാത്രമേ ഇവിടെയുള്ള നാട്ടുകാർക്കൊരു പ്രാർത്ഥനയുള്ളൂ. രാഹുൽ ഈശ്വർ അകത്തായി, സന്ദീപ് വാര്യർ ഒളിവിൽ പോയി. രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ ഏതേതോ കഥയിലെ വേടന ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഓ നടികർ സാർ, നിങ്ങൾ നടികർ இப்படி சார் இப்படி டைவர்ட் பண்ணி அப்படியே போய்கிட்டே இருக்கே. நடிகர் சார் சுகுமாரி குறிப்பு தோற்று. அப்போ சரி.